ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്ററ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശു അമ്പരെ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഈ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ മതമായിട്ട് കണക്ട് ചെയ്യേണ്ട കേട്ടോ. ചുമ്മാ ഈ ഇങ്ങനെ നമുക്കിങ്ങനെ ഈ പിശാചിൻ്റെ കളിയാട്ടോ ഓരോന്ന് കേൾക്കുമ്പോൾ ഈ മതം നമ്മളോട് ബൈബിളിൽ പറഞ്ഞേക്കണ യേശുവിനെ ജനിച്ച മതം യഹൂദന്മാർ തള്ളിയപ്പം രക്ഷകനായിട്ട് ലോകത്തിലെല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞേ. അവർ തന്നെ ഇപ്പോൾ അത് ജാതികൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് പറഞ്ഞേ. ഇപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാകണം എങ്ങനെയാണ്? ഇന്ന് ഞാൻ വായിച്ചത് എനിക്ക് യോഹന്നാൻ 14 അധ്യായമായിരുന്നു രാവിലെ വായിച്ചപ്പോൾ കിട്ടിയ. അത് ആ കൊമ്പിലെ മുന്തിരിവള്ളി കയറുമ്പോൾ മുന്തിരിവള്ളി കായ്ക്കുമ്പോൾ ആ കൊമ്പിനെ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ നമ്മൾ പ്രശസ്തരുമാകണത് യേശുവിൻ്റെ ക്യാരക്ടർ നമ്മളിൽ നിന്ന് പുറത്തു വരുമ്പോൾ. അപ്പം നമ്മൾ ആ സ്വഭാവം പുറത്തു വരിക, യേശുവിൻ്റെ സ്വഭാവമാകുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയണത്. എഹെസ്കേൽ 36:26 പറയുക, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു യേശുമ്പരം വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് അന്ന് എഹെസ്കേൽ പ്രവാചകനെ കൂടെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഈ വചനം എടുത്ത് ഞാൻ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആമീൻ ആമീൻ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ആമേൻ ആമേൻ. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആമേൻ. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ആമേൻ ആമേൻ. അങ്ങനെ ഒരു മനുഷ്യനാകണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്ത ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് നമ്മുടെ ആ സ്വഭാവമൊക്കെ മാറ്റി യേശുവിൻ്റെ സ്വഭാവമായി ദൈവമേ അങ്ങനെയൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. നമ്മളങ്ങനെ ഒരു നല്ല മനുഷ്യർ എന്ന് പറയുമാറ് നമ്മുടെ ക്യാരക്ടറൊക്കെ മാറി മറിയട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഞാൻ നിൽക്കാൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, സാരിയുടെയാണ്. അടിപൊളി ഒത്തിരി സാരി വെറൈറ്റി ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടേ, ഒറിജിനൽ വിസ്കോസ് സിൽക്കാട്ടോ. വിസ്കോസ് ഒറിജിനലാ വിസ്കോസ്. അപ്പോൾ അതിൽ നല്ലൊരു വീവിങ് ഉണ്ട്, നല്ല ആൻറ്റിക് ത്രെഡ് വീവിങ്ങും. ബ്ലൗസ് പീസ് വിസ്കോസ് സിൽക്കാണ്, ഒറിജിനലാണ് കേട്ടോ. അത് കാരണം ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ വാഷൊക്കെ വേണമായിരിക്കും. കഴുകണ്ട, കഴുകുവാണെങ്കിൽ കാറ്റ് വിളിക്കുക, തേക്കുക. എൻ്റെ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ബ്ലൗസ് പീസ് എന്ത് ഇവിടെ അല്ല, അതെയോ? അതല്ല അല്ല, ഇതാ ചെറിയ മുട്ട. ഇതാ ബ്ലൗസ് പീസ്. ഏ ബോർഡർ ഉണ്ടോ? 3999 കേട്ടോ. നമുക്ക് നല്ലൊരു ഫങ്ഷൻ. ഇത് ഒറിജിനലാണ്. നല്ല ഫങ്ഷൻ കൊടുക്കാതെ അതിൻ്റെ 2 ഷെയ്ഡ്, കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഞാൻ 2 ഷെയ്ഡേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡ് ഒന്ന് പുതിയ ഇതായത് കാരണം അടിപൊളിയാണ്. ഇത്രയും വിലയുള്ളൂ, ഉടുക്കാനും നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഇനി വില കുറഞ്ഞ സാരി എന്നുള്ള വിഷമവും വേണ്ട. ഒറിജിനൽ വിസ്കോസ് സിൽക്കാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കട്ടോ. ഓൺലൈനിൽ വാട്സപ്പ് കോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. ഇത് അടിപൊളി സാരി എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ ഇവിടെ എല്ലാവരും കരച്ചില്ല. നമ്മുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് ഞാനിതിൻ്റെ ഒറിജിനൽ എടുത്തു. ഞാൻ കൊണ്ടുവന്നപ്പോൾ ഈ പിള്ളേർ ഞാൻ പറഞ്ഞാൽ ഞാനത് ഉടുക്കല്ലേ 2000 രൂപയുടെ ഇതിൻ്റെ അന്ന് നമ്മൾ ആദ്യം ഇന്ന് വീഡിയോ കാണിച്ചതെന്ന് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോയിലൊക്കെ ഇത് വന്നേ 2000 രൂപയായിരുന്നു. അത് 1999 ഉണ്ടല്ലായിരുന്നോ? എന്നിട്ട് ഇവരൊക്കെ വാശിക്ക് ഞാൻ എടുക്കണേ കൂട്ട് തന്നെ എടുക്കാൻ ഈ പ്ലെയിൻ്റെ ഞാൻ 17,000 എടുത്തു. എവളുമാർ അതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ ഔട്ടാക്കാൻ അങ്ങനെ എടുത്തതിട്ട് ഇപ്പം നൂല് വിളിച്ചോണ്ടിരിക്കുക. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാം? 1299 ആയി ഈ സാധനത്തിൽ. ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടല്ലോ അല്ലേ? അത് ഇതിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ എന്ത് രസമാണ്. ബ്ലൂ ബോർഡർ വന്നിട്ട് അതിൽ ഇതും അതിൻ്റെ തുണി, സാരിയുടെ തുണി നോക്കിക്കോ, എന്ത് ഭംഗിയുള്ള തുണിയാണെന്നറിയാമോ? നല്ല തുണിയാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ ഇരിക്കുന്ന കാരണം കേട്ടോ ഇവിടെ ഒരു ഡബിൾ ഷെയ്ഡ് തോന്നണേ. ഇതാട്ടോ ബ്ലൗസ് പീസ്. നല്ല സാരി, ഇത് ഉടുക്കാനും നല്ല സുഖം. 1299 ഉള്ളൂ. ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ നമ്മുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഇതിന് ഈ വിലയൊക്കെ ആയിരുന്നു. ഇവരെല്ലാം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ആ 1299 ഉള്ളൂ. സെയിം മെറ്റീരിയൽ. ബ്ലാക്കും റെഡും എല്ലാം നല്ല കോമ്പിനേഷൻ ആട്ടോ. 1299 ഒക്കെ. ഇത് എന്ത് നല്ല സാരിയാണ്. അടിപൊളി സാരിയാണ്. അത്രയും വീതിക്ക് ബനാറസ് ബോർഡറേ, അതാണ് അതിൻ്റെ ആ ഭയങ്കര രസം. ബ്ലൗസ് പീസ് ഇതേ ബ്ലാക്കും ഓറഞ്ച് കൂടിയ റെഡ് അല്ലേ. ഇത് ബ്ലൂവും സഫയർ ഗ്രീൻ. ബ്ലൗസ് പീസ് വരുന്നത് ഇത് സഫയറിൻ്റെ എവിടെയും കാണും ബ്ലൗസ് പീസ്. അടുത്തത് കോഫി ബ്രൗണും ഗ്രീനും. നല്ല കോമ്പിനേഷനാണ്. നല്ല സാരികൾ. നല്ലൊരു വലിയ മുത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മാലകൾ ഇട്ടിട്ട ഫങ്ഷൻ പോലെ എന്ത് രസമല്ലേ. എന്നോർത്തതുകൊണ്ട് സ്വർണ്ണം എടുക്കാണ്ടിരിക്കരുത് കേട്ടോ. കർത്താവ് ചേച്ചി പറഞ്ഞു മുത്തുമാല ഇട്ടാൽ മതി. ഞങ്ങൾ ഇതിനെ സ്വർണ്ണം പിടിക്കുക എന്നെ വാരണം എന്നാണ് എല്ലാവരുടെ ഉദ്ദേശം. ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്ത് വീഴണോ ഇങ്ങനെയൊക്കെ ഓർത്ത് എന്നെ കളിയാക്കാൻ നടക്കട്ടെ. എനിക്കിഷ്ടാട്ടോ. അവർക്ക് ആ സ്നേഹമുള്ള കാരണം ചുമ്മാ പറഞ്ഞാലോ. സ്വർണം മേടിക്കണത് ഒരു അസറ്റാട്ടോ. ഞാനിനി പറഞ്ഞിട്ട് ഈ കടവുദ്ഘാടനത്തിന് സ്വർണ്ണക്കടവുദ്ഘാടനം മുതൽ ഞാൻ എല്ലാവരുടെയും കാലും കൈ പിടിക്കുന്ന സ്കീമിൽ കൂടുന്നേ. ഇപ്പോൾ വില എന്തോരം വ്യത്യാസമായി. അപ്പോൾ ഇവിടെ എങ്ങാണ്ട് അതിൻ്റെ ബ്ലൗസ് റെഡ്. ആ എന്ത് രസം ഗ്രീനും റെഡ് കൂടിയത്. അടുത്തത് ബ്ലാക്കും റെഡും. അടിപൊളി അടിപൊളി കളേഴ്സ്. നല്ല ബോർഡറും സാരിയും. 1299 നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇത്രയും ഇങ്ങനെ വിലയ്ക്ക് ഈ സെയിം സാധനം കാണിക്കണേ. ചിലപ്പോൾ ഇതിലും വേറെ വല്ല വ്യത്യാസമുള്ളത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. താഴെ വിലയ്ക്ക് പക്ഷേ ഈ വിലയ്ക്ക് മജന്തയും നേവി ബ്ലൂ അല്ലേ. അടിപൊളി കോമ്പിനേഷൻ. പണ്ട് നമ്മൾ പട്ടുസാരി എല്ലാം ഇങ്ങനെയല്ലായിരുന്നോ. എല്ലാം പ്ലെയിൻ. എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി മഞ്ഞയും മെറൂണും ആയിരുന്നു. കോൺട്രാസ്റ്റ് ആയിരുന്നു കേട്ടോ. അധികം ടോൺ ടു ടോൺ അങ്ങനെയൊന്നുമില്ല. എല്ലാം കോൺട്രാസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്തോ. നല്ല സാരികളെ വെബ്സൈറ്റിൽ നിന്ന് അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ എടുത്താൽ മതി. ഇത് നല്ലൊരു ഓഫ് വൈറ്റ് സാരിയുടെ ബേജ് കളർ സാരിയുടെ എംബ്രോയ്ഡറി ആയിട്ട് കേട്ടോ. ഈ തുണി നോക്കിക്കാൻ ഭയങ്കര സോഫ്റ്റ് നല്ല തുണിയും. ഇതിങ്ങനെ എംബ്രോയ്ഡറി ഫുള്ളുണ്ട് കേട്ടോ. ഞാൻ സാരി മൊത്തം കാണിച്ചു തരാം. എംബ്രോയ്ഡറി ഇതിൻ്റെ അകമൊക്കെ അകത്ത് അവിടെയൊക്കെ ബുട്ട കാണാം അല്ലേ. എല്ലായിടവും ബുട്ട ഡിസൈനുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു അല്ലേ. റേറ്റ് ആട്ടോ ഏറ്റവും രസം. 999 ഉള്ളൂ കേട്ടോ. ഈ സാരി പെട്ടെന്ന് തീരും കേട്ടോ. ക്രിസ്മസ് വന്ന് തുടങ്ങി. ഞെട്ടിപ്പോണല്ലേ. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്താ അല്ലേ. എനിക്ക് ഓർക്കണപ്പോൾ സങ്കടം പ്രായമാണ്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കടയിലേ. അപ്പോൾ എന്തോ അവർ പറഞ്ഞപ്പോൾ പ്രായം അവർ ചോദിക്കുവട്ടെ എന്തോ. ഉടനെ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എവക്കടെ പ്രായമല്ല എൻ്റെ പ്രായം. എനിക്ക് 33 ഉള്ളു. അപ്പോഴേ അവൾക്ക് ക്ലിക്ക് ചെയ്ത് പ്രായം പറയരുത്. അപ്പോൾ അവൾ ഉടനെ പറയാ അത് ശരി അവക്കടെ പ്രായമില്ല എനിക്ക് 30 ഉള്ളൂ എന്ന് അവൾ ഉടനെ പറയാ. അവൾ എന്നെക്കാളും 3 വയസ്സ് മൂത്തതാണ്. ഇതെല്ലാം എംബ്രോയ്ഡറിക്ക് മാത്രമായിട്ട് വ്യത്യാസമുള്ളൂ. അവിടുത്തെ ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാം ഇവിടെത്തിയോ ഫസ്റ്റ്. എല്ലാം സെയിം വിലയാണ്. ഈ 3 ഇതിൻ്റെ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കും.
ഇത് കോട്ടയിൽ ക്രോഷ്യ കേട്ടോ. നമ്മൾ ഇതിന് മുമ്പൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈനിലൊക്കെ. പക്ഷെ അന്നേരം കോട്ടൺ ആയിരുന്നു മെറ്റീരിയൽ. നമ്മുടെ കടയിലെ വീഡിയോ കാണുന്നവർക്കൊക്കെ കോട്ടയുടെ ആളാട്ടോ. എൻ്റെ മനസ്സ് തന്നെ എല്ലാവർക്കും ഒന്നും എനിക്ക് തോന്നണേ. അതിന് വലിയ ഡിമാൻഡില്ലായിരുന്നു. അത് കാരണം ഞാൻ ഈ കോട്ടയം ഒന്നും ശ്രദ്ധിച്ചില്ല. ഇതെന്നെ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ മെറ്റീരിയൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കോട്ടയാണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് കോട്ടയിലാണ് ഇത്. ഇങ്ങനെ മുന്താണിയൊക്കെ എന്ത് രസം. അതേ അത് മടക്കി വെച്ചൊക്കെ ഒന്ന് എടുത്ത് കാണിച്ച്. അടിപൊളി 1299 ഉള്ളൂ കേട്ടോ. ഈ ക്രോഷ്യോ വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാട്ടോ. എന്തോരം നേരം ഒരു മനുഷ്യരിരുന്ന് ചെയ്ത് ഇങ്ങനെ ഡൈ ചെയ്ത് അത് ഇതിൽ പിടിപ്പിച്ച് 1299 നമ്മളിപ്പോൾ വിൽക്കുമ്പോൾ ആ ചെയ്ത മനുഷ്യർക്ക് എന്താ കിട്ടണമെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 1299 ഉള്ളൂ. അടുത്ത കളറ് കോട്ട മെറ്റീരിയലിലാട്ടോ. എനിക്കെപ്പോഴും കോട്ട ഇഷ്ടം, കോട്ടനേക്കാളും. $1299 ഇതാട്ടോ. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ നീണ്ട്. ഇതാ മുന്താണി. ഇത് കാണണം, പല്ല് കാണണം. അതാണ് അതിൻ്റെ ഭംഗി. ഓ എന്താ അല്ലേ. അടിപൊളി. ഓ 1299. ആ പല്ല് വിടർത്തിയാലാണ് അതിൻ്റെ ആ സൗന്ദര്യം അപ്പടി അതിലേക്കാണ്. വേണ്ടോ ഒത്തൊരു ഭംഗി. ബ്ലൂവും ഓറഞ്ചും 1299. അവിടെ പിടിച്ചോ. നല്ല ബ്രിക്ക് കളറും ബ്രിക്ക് കളർ. ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ ഉണ്ട്. അതാ ഞാനത് കളയണ്ടല്ലോ എന്ന് ഓർത്താ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുത്തു, അല്ലെങ്കിൽ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇത് നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ കട്ട് വർക്ക് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ്, നല്ല എന്ന് വെച്ചാൽ ഒത്തിരി ഒട്ടിയും കിടക്കൂല. നല്ല മെറ്റീരിയൽ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇങ്ങനെ പറയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലിൽ കട്ട് വർക്ക്. ഫുള്ളിങ്ങനെ കട്ട് വർക്കിൻ്റെ ഡിസൈനുണ്ട്. ഈ ഇതിലപ്പടിയും ഇങ്ങനെ ബുട്ട ഡിസൈനുണ്ട്. ബ്ലൗസ് പ്ലെയിനാണ്. ബ്ലൗസ് പ്ലെയിനാണ്. ഈ സാരി മൊത്തം ഉണ്ട് കേട്ടോ ഈ എംബ്രോയ്ഡറി. പിന്നെ വിലയാട്ടോ ഏറ്റവും രസം. വില 1199 ഉള്ളൂ. 11. ഇത് രസം ഇതിൻ്റെ കളറൊക്കെ കാണാൻ. ഇനി അടുത്തത് അങ്ങനത്തെ വിടത്തിൽ കാണിക്കാവേ. ഇതിൻ്റെ രണ്ട് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി കണ്ടല്ലോ അല്ലേ. ഇത് ഈ എംബ്രോയ്ഡറി സെയിം സംഭവം തന്നെ. 1199 ഉള്ളൂ. എന്ത് രസമായി കട്ട് വർക്ക് ഡിസൈനിൽ ഈ വിലയ്ക്ക്. ഉടുത്താലും ഭയങ്കര ഗെറ്റപ്പ്. അയ്യോ ഇത് പഴയ ഈ സ്റ്റോപ്പ് ഫ്രണ്ടി ആയിരിക്കുന്നതല്ല അല്ലേ. ഒന്നുമില്ലേ പിടിച്ചേ. കേട്ടോ ഇത് സോഫ്റ്റാന്ന് നോക്കിയത്. ഇതിൻ്റെ വേറെ എംബ്രോയ്ഡറി ആട്ടോ ഇത്. കണ്ടല്ലോ അല്ലേ. 1199 ആണ്. ഞാൻ എന്തെടുത്താലും റീസ്റ്റോക്ക് വയ്ക്കുമ്പോൾ കിട്ടില്ല. അവർ പറയുമ്പോൾ കുറേ എടുക്കാനും മറന്നു പോകും. മറക്കണേയല്ല, അറിഞ്ഞുകൊണ്ട് എടുക്കാത്ത. ഇങ്ങനെ വിറ്റ് പോയില്ലെങ്കിലും എനിക്കിതൊക്കെയാണ് ചിന്ത. അത്രയും കാലമായിട്ട് അത് പഠിച്ചില്ലെന്നൊക്കെ. എനിക്കിങ്ങനെ പെട്ടെന്ന് വിറ്റില്ലെങ്കിൽ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫർ ഇട്ടൊക്കെ കുറച്ച് കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരും വല്ല ഓഫറും തരുതേ. പുതിയ കെട്ട് കഴിഞ്ഞ ദിവസം റണ്ണിങ്ങിൽ ഒരു സാധനത്തിന് ഓഫർ ഇട്ടിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഹാർട്ട് അടിച്ചു. ഇതേ ആദ്യം പുതിയ കെട്ട് വന്നിറങ്ങിയേക്കോ അതില്ല ക്രിസ്മസിന്. അപ്പം നമുക്ക് മറ്റേത് വില കുറച്ച് അപ്പടിയും തീരുകയും ചെയ്തു. പിന്നെ വില കൂട്ടി എടുക്കണ്ടോ. 1199. എല്ലാം രസമുള്ള കളറും ഭയങ്കര സോഫ്റ്റ്. ക്രിസ്മസിന് നിങ്ങൾക്ക് പ്രസൻറ്റ് കൊടുക്കാനും നിങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാട്ടോ.
കട്ട് വർക്ക് ആയത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇതിലെ വീഡിയോയിൽ കാണുന്ന മിക്കവരും കട്ട് വർക്കിൻ്റെ ആൾക്കാരാട്ടോ. കട്ട് വർക്ക് എല്ലാ ഇതിലത്തിലും കാണിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിലെടുത്തു അല്ലെങ്കിൽ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വഴി. ഇത് ലിനൻ്റെ ഒരു നല്ല സാരി കേട്ടോ. ഈ ഡിസൈൻ ഇപ്പോൾ ഭയങ്കര ഫാഷൻ. നമ്മൾ ജോർജറ്റി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ലിനനിലാണ്. മുന്താണി ഇങ്ങനെ വലിയ പൂവ്, സൂര്യകാന്തി പൂവല്ലേ ഇത് അല്ലേ? ഇങ്ങനെ സൂര്യകാന്തി നടുക്ക് 4 കൊത്തിട്ടാൽ മതി. ഓണത്തിന് നമ്മൾ സൂര്യകാന്തി ഇട്ടത്. സൂര്യകാന്തിയാ, നിങ്ങൾ സൂര്യകാന്തി പൂ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മഞ്ഞയിൽ ഇവിടെ 2-3 കൊത്തിടുമ്പോൾ സൂര്യകാന്തി പൂവാകും. കൊത്തില്ലെന്നുള്ളൂ, അതാ അവരുടെ കുഴപ്പം. സൂര്യകാന്തി അതിന് ബ്ലൗസ് പീസ് ഇതാ കൊടുത്തേക്കണേ. പക്ഷെ എനിക്ക് പ്ലെയിൻ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് ഇടുന്നതാട്ടോ എനിക്കിഷ്ടം. അതിന് അവർ പ്രിൻ്റ് ബ്ലൗസ്, ഈ ബ്ലൗസ് തയ്ച്ചു വന്നിട്ട് വേറെ വല്ലത്തിനും ഇടാം. അപ്പോൾ 599 ഉള്ളൂ കേട്ടോ. വിലയാണ് ഏറ്റവും രസം. നല്ല കളർ ലിനൻ്റെ സാരിയാണ്. ലിനൻ്റെ സാരിയിൽ ഇത് നല്ലതാണ്. എനിക്ക് വൈറ്റ് ബ്ലൗസ് പീസാണ് ഇഷ്ടം. ഇവരിങ്ങനെ പ്രിൻ്റഡ് ഒരു ബ്ലൗസാണ് കൊടുത്തേക്കണേ. നല്ല സാരി, നല്ല കളർ കോമ്പിനേഷനും നല്ല ഡിസൈനും അവർ ചെയ്തേക്കണേ. ബ്ലൗസ് മാത്രം കൊടുത്തേക്കണേ എനിക്കിഷ്ടമല്ലാത്ത. പക്ഷേ ഈ സാരിക്ക് വലിയ കുഴപ്പമില്ല ബ്ലൗസിന് അല്ലേ? അതുമായിട്ട് അങ്ങ് ചേരണം. അതാ പച്ചയായിട്ട് തോന്നണേയായിരിക്കും. വെള്ളയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബ്ലൗസ് ഇത് തയ്ക്കാം. 599 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. എല്ലാം നല്ല കളേഴ്സും നല്ല എന്ത് രസം നോക്കിയാൽ. ഇതിനും കുഴപ്പമില്ല. ഇതിന് ഈ ബ്ലൗസ് തയ്ച്ചാൽ നല്ലതാണ്. ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ? അതെ 599. വേഗമുണ്ടോ ഇവിടെത്തി. ഇതാട്ടോ ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്തിട്ടാ വേണം. ഈ സാരി എന്ത് ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് നോക്കാം. എനിക്ക് ആ ബ്ലൗസ് വൈറ്റ് തന്നെയാണ് ഇഷ്ടം. 599. ഇനി ഇതിൻ്റെ തീർന്നോ? അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് വെബ്സൈറ്റിലെടുത്തോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക കേട്ടോ. ഇത് സൂപ്പർ ജോർജറ്റിൽ ലേസ് റണ്ണിങ് എടുത്ത് ലേസ് വർക്ക് വെച്ചിട്ട് അടിപൊളി ബ്ലൗസും വെച്ചേക്കണം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. കുറച്ച് നാൾ സാരി കൊടുത്തിട്ട് നമുക്ക് ഇത് ഹാഫ് സാരി അല്ലേ, സ്കേർട്ട്, ബ്ലൗസ്, അനാർക്കലി ഒക്കെ തയ്ക്കാൻ ഒത്തിരി നല്ല കേട്ടോ. ഫുൾ കൈ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര നമിതാ പൈസ ഇങ്ങനത്തെ അല്ല കേട്ടോ. അത് മൽക്കോട്ടനിൽ മൽച്ചന്തേരിയിൽ ഫുൾ വർക്കാണ്. 799 രൂപയുള്ളൂ കേട്ടോ. എൻ്റെ കെട്ട് പൊട്ടിക്കണില്ല. അപ്പോൾ പൊട്ടിക്കാണ്ട് വിടത്താൻ പറ്റില്ല അല്ലേ? ബ്ലൗസ് പീസ് ഇതാട്ടോ. ഇങ്ങനെ ബ്ലാക്കിൽ എല്ലാത്തിൻ്റെയും ബ്ലൗസ് സെയിമാണ്. ഇതാ വർക്കുള്ള ബ്ലൗസ് പീസ് 799 രൂപയുള്ളൂ. കെട്ട് പൊട്ടിക്കണ്ട. ഇതിങ്ങനെ 799. എല്ലാം നല്ല രസം. എല്ലാം കാണിച്ചോ, എല്ലാ കളേഴ്സും. 799 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്താൽ കിട്ടും. ഇത്രയും കുറച്ച് ഇത് എന്ത് ഭംഗിയത് കാണാനല്ലേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുക്കുമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വിളിക്കണം. പിന്നെ നമ്മുടെ സ്വർണ്ണക്കള കാണുന്ന എല്ലാവരോടും ഇങ്ങനെ സ്വർണത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സ്കീമിൻ്റെ കാര്യമൊക്കെ എല്ലാവരോടും കാണുന്നവരോടൊക്കെ എൻ്റെ മുമ്പിൽ വന്നാൽ എന്നോർത്ത് നിങ്ങൾ കൂടിയില്ലേലും എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ. കൂടാൻ പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഇപ്പോൾ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കണ്ടോ? അതുപോലെ നിങ്ങൾ കൂടിയില്ലേലും എനിക്ക് വിഷമമൊന്നുമില്ല. ഇനി സുചേച്ചി പറഞ്ഞിട്ട് സ്കീമിൽ കൂടിയിരുന്ന് പറഞ്ഞ് കടയിൽ വരാണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. ഞാൻ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇപ്പം നമുക്ക് കയ്യിൽ 1000 രൂപയുണ്ട്. 1000 രൂപയ്ക്ക് സ്വർണം മേടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമുക്ക് മിനിമം 1000 റുപ്പീസ് ആയാലും മതി സ്കീമിൽ കൂടാൻ എന്നോർത്തുകൊണ്ട് 10,000 25,000 നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച്. ഞാൻ എപ്പോഴും എല്ലാവരോടും മിനിമം 5000 അല്ലെങ്കിൽ 2000 എന്നൊക്കെ പറയും. ഇന്ന് ഞാനൊരു കൊച്ചിനോട് ചോദിച്ചപ്പം ആ കൊച്ചിൻ്റെ ഹസ്ബൻഡൊക്കെ 30,000 വെച്ച് എല്ലാ മാസവും പറഞ്ഞ സ്കീമിലെ കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തോ ഒരു റേറ്റ് താത്തി പറയണേ. ഇങ്ങനെ 1000 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഒരു മാസം വേണമെങ്കിൽ 2-3 പ്രാവശ്യം ഇടാം. അപ്പം നിങ്ങൾ ഇടുന്ന ദിവസത്തെ വിലയ്ക്കനുസരിച്ച് നിങ്ങളുടെ പേരിൽ സ്വർണം സേവ് ചെയ്ത് വയ്ക്കും. അങ്ങനെ നമുക്കൊരു സ്കീമിൽ കൂടാൻ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ സ്കീമിൽ കൂടുക. പിന്നെ എന്നാ വിശേഷമൊക്കെ പറയണമെന്ന് ഞാൻ ഏതാണ്ടൊക്കെ ഓർത്താർന്നല്ലോ. വിശപ്പം ഇന്ന് എന്നാ വിശേഷം പറയണേ. ദീപാവലിയൊക്കെ എല്ലാവരും ആഘോഷം ഉണ്ടാവും. ഞങ്ങൾക്ക് കടയിൽ നിന്ന്
ചില കടക്കാരൊക്കെ സീസ് തരും. ഈ തവണ സീസ് എനിക്ക് പറഞ്ഞാൽ വീട്ടിയിട്ട് കൊണ്ടുപോകാനാണ് കിട്ടിയത്. ഇങ്ങോട്ട് തുണിയുടെ കൂടെ ചിലത് അയക്കും. അപ്പോൾ എവളുമാരുടെ കയ്യിൽ കിട്ടണേ ഈ തുണിയുടെ കൂടെ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനറിയാം. എനിക്ക് മധുരം കിട്ടിയ ഒരു കുഴപ്പമാണ്, അപ്പടി ഒന്ന് തിന്നും. ഇന്നാ കണ്ടേ ഫേസ്ബുക്കിൽ തൈറോയിഡ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോർമോൺ ഇംബാലൻസൊക്കെ. അപ്പോൾ തൈറോയിഡ് ഉള്ളവർ ഗോതമ്പ് കഴിക്കാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല, പഞ്ചസാര കഴിക്കാൻ പാടില്ല, ക്യാബേജും അതുപോലെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ ഇത്രയും സാധനം കഴിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈറോയിഡ്, എൻ്റെ തൈറോയിഡ് ഇപ്പം നോർമലായിട്ടോ, പക്ഷേ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ ഇതൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ആരോഗ്യം ഇപ്പം എല്ലാവരും ഹെൽത്ത് ക്ലബ്ബിൽ പോകുക കേട്ടോ. നമ്മളിങ്ങനെ ഈ യോഗയൊക്കെ ചെയ്യണത്, നടക്കാൻ പോണതിലൊക്കെ അതും നല്ലതാണ്. അതിനേക്കാളൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ ഈ മസിലൊക്കെ വീക്കാകാണ്ടൊക്കെ ഇങ്ങനെ ഹെൽത്ത് ക്ലബ്ബിൽ എൻ്റെ കൂട്ടുകാരി പ്രിയ അപ്പുറം വന്നിട്ട് അവൾക്ക് ഭയങ്കര തടി വെച്ച് യൂറിക് ആസിഡ്, കാലുവേദന, കാലൊക്കെ നീര് വെച്ച് മന്ത് പോലെ ഇരുന്നവളാണ്. അവൾ ഹെർബ ലൈഫാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഫേസ്ബുക്കിൽ ഹെർബ കഴിക്കാൻ പറഞ്ഞാൽ ഞാനും കഴിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഹെർബയും കഴിക്കും, ഫുഡും കഴിക്കും. അവൾ എത്ര 80 കിലോയെന്ന് ഇപ്പോൾ അവൾ 70 കിലോയായി. ഇത്ര കിലോ കുറഞ്ഞു. ഞാനാണെങ്കിൽ കൂടിയതല്ലാണ്ട് കുറഞ്ഞില്ലേ, ഹെർബ നിർത്തി. അവളെ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് എക്സസൈസ്, എപ്പോഴും ഒരു ബോട്ടിൽ പിടിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് നടന്ന സ്കിന്നിനൊക്കെ എന്ത് നല്ലതെന്നറിയാം. നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ സ്കിന്ന് പ്രകാശിക്കും. നമുക്ക് വെള്ളം ഒത്തിരി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്ത് ഒത്തിരി നോക്കണം കേട്ടോ. നമ്മുടെ ആരോഗ്യവും, നമുക്ക് സൗന്ദര്യം വേണം, ആരോഗ്യം വേണം. അകത്തെ ആരോഗ്യമാണ് പുറത്തെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ കോൺഫിഡൻസൊക്കെ കൂട്ടും നമുക്കത്. അതുകൂടാണ്ട് അതാണ് മക്കളുടെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്, നാടിൻ്റെ അസറ്റ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ശമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.